ഇന്റർനാഷണൽ സർവൈവൽ ത്രില്ലറുകളുടെ കൂട്ടത്തിലേക്ക് മലയാള സിനിമയുടെ അത്യുഗ്രൻ സംഭാവനയായി മാറുകയാണ് മഞ്ഞുമൽ ബോയ്സ്. ഒരേ സമയം ഹെവി ത്രില്ലറും എന്നാൽ അത്രമേൽ റിയലിസ്റ്റിക്കുമായി മികച്ച കാഴ്ചാനുഭവം സമ്മാനിക്കുന്ന വിധത്തിൽ ഹൃദയത്തിൽ തൊടുന്ന ചിത്രമൊരുക്കിയ സംവിധായകൻ ചിദംബരത്തിനിരിക്കട്ടെ ആദ്യത്തെ കയ്യടി. സിനിമയ്ക്ക് ജീവനും ശ്വാസവും നൽകിയ സുഷിൻ ശ്യാമിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് രണ്ടാമത്തെ കയ്യടിയും. സൗഹൃദത്തിന്റെയും അതിജീവനത്തിന്റെയും പ്രത്യാശയുടെയും സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. തിരക്കഥ, സംവിധാനം, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, കലാസംവിധാനം, ചിത്ര സംയോജനം എന്നിങ്ങനെ തുടങ്ങി സിനിമയുടെ ടൈറ്റിൽ ഡിസൈനിൽ പ്രവർത്തിച്ചവർ വരെ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയെ ആഴത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കും. ഒരു സർവൈവൽ ത്രില്ലർ ആണെങ്കിലും സൗഹൃദം എന്ന ഘടകം, അതിന്റെ ആഴം ഡെവിൾസ് കിച്ചന്റെ ആഴത്തെ പോലും തോൽപ്പിച്ച് കളയുകയാണ് ഇവിടെ. പ്രതീക്ഷകൾക്ക് 0% വിധി എഴുതിയിടത്ത് നിന്ന് സൗഹൃദം കൊണ്ട് വെളിച്ചമാവുകയാണ് മഞ്ഞുമല്ലിലെ ചെറുപ്പക്കാർ. കഥ എന്തെന്നുള്ള അറിവുണ്ടെങ്കിലും ഓരോ നിമിഷവും അടുത്തത് എന്ത് എന്ന് ആകാംക്ഷയോടെ നെഞ്ചിരിപ്പോടെ കണ്ടിരിക്കാൻ പ്രേക്ഷകന് കഴിഞ്ഞത് സംവിധാന മികവ് കൊണ്ടും സംഗീതത്തിന്റെ സ്വാധീനം കൊണ്ടുമാണെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞു വെക്കുന്നു. മഞ്ഞുമലിൽ നിന്ന് കൊടൈക്കനാലിലേക്ക് ചുവന്ന കോളീസിൽ യാത്ര ആരംഭിക്കുന്നത് മുതൽ അവരോടൊപ്പം പ്രേക്ഷകനും സഞ്ചരിക്കുകയാണ്. അവിടെ കാണുന്ന കാഴ്ചകളും അവർ നേരിടുന്ന അനുഭവങ്ങളും നമ്മളുടേത് കൂടിയാവുകയാണ്. സൗബിൻ, ശ്രീനാഥ് ഭാസി, ബാലു വർഗീസ്, ഗണപതി, ലാൽ ജൂനിയർ, ചന്തു സലിംകുമാർ, അഭിറാം രാധാകൃഷ്ണൻ, ദീപക്, ഖാലിദ് റഹ്മാൻ, അരുൺ കുര്യൻ, വിഷ്ണു രഘു എന്നീ 11 പേരും അവരുടെ എല്ലാ വൈകാരികതയും ഉൾക്കൊണ്ട് സ്ക്രീനിൽ ജീവിച്ചു എന്ന് പറയട്ടെ. ശ്രീനാഥ് ഭാസി റീലോഡഡ് എന്ന് ഉറപ്പോടെ ഉറച്ചു വിളിച്ചു പറയാൻ തോന്നുന്ന പ്രകടനം തന്നെയായിരുന്നു. ഒരു സീൻ പോലും അനാവശ്യമായി ഉപയോഗിച്ചിട്ടില്ല എന്നതും കൃത്യമായ സംഭാഷണങ്ങൾ സിനിമയെ ചടുലതയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചിട്ടുണ്ട് എന്നതും പ്ലസ് പോയിന്റ് ആണ്. ഒരു ട്രിപ്പ് മൂഡിൽ തുടങ്ങി ആകാംക്ഷയുടെയും ഭീതിയുടെയും അവസ്ഥകൾ താണ്ടി വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും ആഹ്ലാദാശ്രുക്കളോടെ മാത്രമേ തിയേറ്റർ വിടാൻ കഴിയുകയുള്ളൂ. ഗുണ സിനിമയിലെ കൺമണി അൻപോട് കാതലൻ എന്ന ഗാനത്തിനിടയിലെ പ്രണയാതുരമായ വരികൾ ഫ്രണ്ട്ഷിപ്പിന്റെ ബോണ്ടായി ശക്തിയായി മാറിയപ്പോൾ സിനിമയുടെ സ്ഥാനം വീണ്ടും മറ്റൊരു തലത്തിലേക്ക് ഉയരുകയായിരുന്നു. തമിഴ് സിനിമയിലൂടെ സുപരിചിതനായ ജോർജ് മാരിയൻ, രാമചന്ദ്ര ദുരൈരാജ് തുടങ്ങിയ താരങ്ങളും സിനിമയുടെ മുതൽക്കൂട്ടാണ്. ഷൈജു ഖാലിദിന്റെ ക്യാമറ ഫ്രെയിമുകൾ ഗുണാക്കേവിന്റെ സൗന്ദര്യത്തെയും അതേസമയം ഭീകരതയെയും കൂടിയാണ് ഒപ്പിയെടുത്തത്. പ്രൊഡക്ഷൻ ഡിസൈനിങ്ങിന്റെ റോൾ കൃത്യമായി കൈകാര്യം ചെയ്ത അജയൻ ചാലിശ്ശേരിയുടെ വർക്ക് പറയാതെ വയ്യ. കോമഡി ഡ്രാമയിലൂടെ ചിരിപ്പിക്കാൻ മാത്രമല്ല കാണികളെ മുൾമുനയിൽ നിർത്താനും കഴിയുമെന്ന് ചിദംബരത്തിന്റെ വ്യത്യസ്തമായ ഈ പ്രമേയത്തിലൂടെ കാട്ടിത്തന്നു. പടമല്ല, ഞങ്ങളുടെ ജീവിതമാണ് സ്ക്രീനിൽ കണ്ടത് എന്ന് കണ്ണു നനഞ്ഞുകൊണ്ട് ഹൃദയത്തിൽ തൊട്ട് സിനിമ കണ്ടിറങ്ങിയ യഥാർത്ഥ ജീവിതത്തിലെ നായകന്മാർ പറയുമ്പോൾ അതിനേക്കാൾ വലുതായി സിനിമയ്ക്ക് മറ്റെന്ത് അംഗീകാരമാണ് വേണ്ടത്? തീർത്തും സൗഹൃദത്തിന്റെ അതിജീവനത്തിന്റെ ആഴമളന്ന സിനിമയാവുകയാണ് മഞ്ഞുമൽ ബോയ്സ്.